എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പുതിയൊരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ടെക്നിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ ഒരുപാട് പേര് പരീക്ഷിച്ച് വിജയിച്ച് അനുഭവം കണ്ട ഒരു ടെക്നിക്കും കൂടിയാണിത്. ഇത് എനിക്കാണെങ്കിലും ഞാൻ ഈ ഒരു ടെക്നിക്ക് പരീക്ഷിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു 12-ാമത്തെയും 13-ാമത്തെയും ദിവസമായപ്പോൾ, അതായത് ഇത് 21 ദിവസം ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ്. അതിലൊരു 13-ാമത്തെ ദിവസമായപ്പോഴത്തേനും എൻ്റെ കാര്യം നടന്നു കിട്ടി. ഓക്കെ, അതും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മല പോലെ വന്നത് എലി പോലെ പോയി എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ കണ്ണി കൊള്ളേണ്ടത് പിരികത്ത് കൊണ്ടു എന്നൊക്കെ പറയുന്ന അവസ്ഥയിലായിരുന്നു അത്. ഇത് നിങ്ങളുടെ ഏത് മേഖലയിലും ഈ ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇതാണ് 12-12. ഈ 12-12 ഒരു ഏഞ്ചൽ നമ്പറാണ്. ഈ ഏഞ്ചൽ നമ്പർ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിപ്പിച്ചെടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് പാർട്ട് ഓഫ് എവറി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരിക, ബ്രീത്ത് എടുക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, സംഭവം നടന്ന പോലെ വിഷ്വലൈസ് ചെയ്യുക. അപ്പോഴത്തേനും നിങ്ങളുടെ മനസ്സിലേക്കൊരു നല്ലൊരു പോസിറ്റീവ് ഓറ വരും. അപ്പോൾ നിങ്ങൾക്കൊരു വൈബ്രേഷൻ, നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഹൈ ആയിരിക്കും. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഹാപ്പിനെസ്സാണ് അവിടെ ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് നിങ്ങളുടെ പാരൻസിന് ഉണ്ടാകുന്ന ഹാപ്പിനെസ്സ്, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹാപ്പിനെസ്സ്, നിങ്ങളുടെ കുട്ടികൾക്ക്, ഹസ്ബൻഡിന് എല്ലാം ഒന്ന് മനസ്സിൽ കാണുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഇടത്തെ കൈ എടുക്കുക. ഇടത്തെ കൈ എടുത്തതിന് ശേഷം നമ്മുടെ മോതിരവിരലെടുത്ത് അതിൻ്റെ നടുക്ക് 12-12 എന്ന് പറഞ്ഞ് എഴുതുക. എവിടെയാണ് എഴുതേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഭാഗത്തായിട്ട് വേണം നിങ്ങളത് എഴുതാനായിട്ട്. കാരണം അതിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും, അതായത് നമുക്ക് 2 വരകളുണ്ട്, കണ്ടില്ലേ? ആ വരകളിലൊന്നും കൊണ്ട് എഴുതരുത്. അടിയിലും എഴുതരുത്, മുകളിലും എഴുതരുത്, വരമൊന്നും തൊടരുത്. നമ്മുടെ വിരലിൽ 2 വരകളില്ലേ, മോതിരവിരലിൽ, ആ വിരലിൻ്റെ വരകളൊന്നും തൊടാതെ നടുക്ക് കറക്റ്റ് ഒത്ത നടുക്കായിട്ട് എഴുതുക. എഴുതേണ്ടത് 12-12 എന്നാണ്. നിങ്ങൾ ഉപയോഗിക്കേണ്ട പേന ചുമപ്പ്, പച്ച, നീല, ഒരിക്കലും കറുപ്പ് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ എവിടെ എഴുതേണ്ടത്? ഇടത്തെ കൈയിൽ മോതിരവിരലിൽ എഴുതുക. മോതിരവിരലിൻ്റെ നടുക്ക് ഭാഗത്തായി, അതായത് ആ 2 വരകളിലൊന്നും തൊടാതെ നടുക്ക് ഭാഗത്തായി 12-12 എന്ന് പറഞ്ഞ് എഴുതണം. അടുപ്പിച്ച് എഴുതണം. നടുക്ക് ഒരു കുത്തോ കോമയോ ഒന്നും വരാൻ പാടില്ല. അടുപ്പിച്ച് തന്നെ എഴുതുക. ഓക്കെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പം നമ്മൾ പേന കൊണ്ട് എഴുതുമ്പോൾ നമ്മൾ തെളിയില്ല, ചിലപ്പോൾ കയ്യിൽ തെളിഞ്ഞില്ല എന്ന് വരും. ഒരിക്കലും കറുപ്പിച്ച് എഴുതരുത്. ഒറ്റ തവണ എഴുതിയാൽ മതി. തെളിഞ്ഞാലും തെളിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഒറ്റ തവണ അത് എഴുതിയാൽ മതി. കറുപ്പിച്ച് എഴുതരുത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് 21 ദിവസമാണ്. ഈ 21 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ഒരു 15 അല്ലെങ്കിൽ ഒരു 16 ദിവസം ആകുമ്പോഴത്തേക്കും കാര്യം നടക്കും. പക്ഷെ കാര്യം നടന്നാൽ കൂടിയും 21 ദിവസം കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഏത് ആഗ്രഹത്തിനും നിങ്ങൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. എന്തായാലും നടന്നു കിട്ടും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തുടങ്ങിയ ദിവസം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പം നമുക്ക് ഏത് ദിവസമാണ് അത് അവസാനിക്കുന്നതെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയ ദിവസം ഏതാണ് എന്ന് നമുക്കറിയാൻ ആ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നിങ്ങൾ എവിടെയാണോ നമ്മൾ തുടങ്ങിയത്, ഏത് ദിവസമാണത് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇടത്തെ കൈ എടുക്കുക, ഇടത്തെ കൈയിൽ മോതിരവിരലെടുക്കുക, നടുക്ക് ഭാഗത്തായിട്ട് എഴുതുക, അപ്പുറത്തുള്ള വരകളൊന്നും തൊടാതെ നടുക്ക് ഭാഗത്തായിട്ട് എഴുതുക. 21 ദിവസം എഴുതുക, അടുപ്പിച്ച് എഴുതുക, കുത്തും കോമയൊന്നും വരരുത്, വീണ്ടും അത് കറപ്പിക്കാൻ നിൽക്കരുത്. ഇനി ഇത് എഴുതേണ്ടത് എപ്പോഴാണ്? രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെ, ഈ ഒരു സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതാം. കഴിയുന്നതും ഇപ്പം നിങ്ങൾ 3 മണിക്ക് എഴുതി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 3 മണിക്ക് തന്നെ എഴുതാൻ നോക്കുക. അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അതല്ല, നമ്മൾ 3 മണിക്ക് നമ്മൾക്ക് വേറെ വല്ല സാഹചര്യമാണെങ്കിൽ നമ്മൾ ശരി കുഴപ്പമില്ല, നമ്മൾ അതിന് മുന്നേ എഴുതാം, പ്രശ്നമില്ല. പക്ഷേ കഴിയുന്നതും 3 മണിക്ക് എഴുതാൻ നോക്കുക, മറക്കാതെ എഴുതാൻ നോക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഫോണിലൊരു അലാറം വയ്ക്കുക. അപ്പം നിങ്ങൾ ഇന്ന് 12 മണിക്കാണ് എഴുതിയെന്നുണ്ടെങ്കിൽ നാളെ 12 മണിക്ക്
ഇത് എഴുതാൻ വേണ്ടിയിട്ട് നാളേക്ക് ഒരു അലാറം വെക്കുക. അത് എഴുതുമ്പോൾ തന്നെ വെക്കുക, പിറ്റേ ദിവസത്തേക്കുള്ളത്. അപ്പോൾ നിങ്ങളത് മറക്കില്ല. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, ഒരുപാട് കാര്യങ്ങളിൽ ഓടി നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എഴുതാൻ മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുതലേ ഇത് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അലാറം വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ എഴുതുമ്പോൾ നാളേക്കുള്ള അലാറം വെക്കുക, നാളെ എഴുതുമ്പോൾ മറ്റന്നാളത്തേക്കുള്ളത് വെക്കുക. അല്ലെങ്കിൽ എവരിഡേ വെക്കാനുള്ള ഓപ്ഷനും എല്ലാ ഫോണുകളിലും ഉണ്ടാവും. അപ്പോൾ അത് എന്തായാലും മറക്കാതെ ചെയ്യുക. പിന്നെ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ പീരീഡ്സോ അല്ലെങ്കിൽ അങ്ങനെ ഏതൊന്നും പ്രശ്നമല്ല. ഇപ്പം നമ്മൾ കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് പറയുന്നത് മനസ്സിൻ്റെ ശുദ്ധി എന്നുള്ള അർത്ഥത്തിലാണ് പറയണത്. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ ടെക്നിക്സും ഇത് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. എങ്ങനെ, എപ്പോൾ, ഏത് എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ ഡൗട്ട്ഫുൾ ആവരുത്. ഈ ഒരു ടെക്നിക്ക് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. 12 ഉള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അത് ഉറപ്പിക്കണം. ഇത് നടക്കാൻ പോവുകയാണ്, ഇത് നടന്നു കഴിഞ്ഞു എന്ന് ഉറപ്പിക്കണം. കാരണം നിങ്ങൾ സിമ്പിളായിട്ട് 12 നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താലോ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ പവർ ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ ബുക്കിൽ, അല്ലെങ്കിൽ സീക്രട്ട് എന്നൊക്കെ പറഞ്ഞ ബുക്കിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ആ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ പവർ. 12 ഉപയോഗിച്ച് നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളുടെ പവർ. അത് വളരെയധികം അതായത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല നേടിയെടുത്തിരിക്കുന്നത്, വലിയ വലിയ കാര്യങ്ങളാണ് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ, ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ബിഗിനറാണെങ്കിൽ, നിങ്ങളെപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ വെച്ച് തുടങ്ങുക. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഫുൾ കോൺഫിഡൻസ് വരും. അപ്പോൾ ബിലീവ് ഇൻ ദ യൂണിവേഴ്സ് നമ്മൾക്ക് തരാനുള്ളത്, നമുക്ക് എന്താണോ വേണ്ടത് അത് തരാൻ വേണ്ടിയിരിക്കുന്ന ഒരു മഹാസംഭവമാണ് യൂണിവേഴ്സ് എന്നുള്ളത്. ഒരു വലിയൊരു പ്രപഞ്ചമാണ് അല്ലേ. അപ്പോൾ മാത്സ് എന്നുള്ളതും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ വിശ്വസിച്ച് നിങ്ങളുടെ കാര്യങ്ങളിൽ യൂണിവേഴ്സിനെ ഏൽപ്പിക്കുക. നിങ്ങൾക്കത് കൊണ്ട് തരും, ഡെഫിനറ്റ്ലി അത് കൊണ്ട് തരും. ഓക്കെ. ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ കുറേ പേര് ഇപ്പോൾ നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്പുകളിൽ എവിടെയെങ്കിലും ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം നിങ്ങളത് നടക്കാണ്ട് പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാമതും കറുപ്പിച്ചൊക്കെ എഴുതുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നടുക്ക് വല്ല കുത്തോ കോമയൊക്കെ ഇടുന്നവരുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ചെയ്താൽ വർക്കൗട്ട് ആവില്ല. കാരണം നമുക്ക് വേണ്ടത് അടുപ്പിച്ചാണ്. അതും 2, 3, 4 തവണ അതും എഴുതരുത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി നടക്കാണ്ട് പോകുന്നത്. അത് മേ ബി അല്ല, അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്തായാലും എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു 14 ദിവസം ആകുമ്പോഴേക്കും ഇത് നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് 21 ദിവസം കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം എൻ്റെ അമ്മയുടെയൊക്കെ എൻ്റെ വീട്ടിൽ ഇതെല്ലാവരും ചെയ്ത് നോക്കണം എന്ന കാര്യമാണ്. എൻ്റെ അമ്മ, അച്ഛൻ എല്ലാവരും വിത്ത് ഫാമിലി ഈ ഒരു ടെക്നിക്ക് ചെയ്ത് നോക്കാറുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ 9-12 ദിവസമൊക്കെ നടക്കും. എൻ്റെ അച്ഛന് ഇതേപോലെ പെട്ടെന്ന് കുറച്ച് പൈസ ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ അച്ഛൻ ഈ ടെക്നിക്ക് യൂസ് ചെയ്തതിന് ശേഷം ഒരു 9,000 രൂപ വേണമെന്നായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. ലോട്ടറി എടുത്തതിന് ശേഷം അച്ഛന് 20,000 രൂപയാണ് ലോട്ടറി അടിച്ചത്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പേഴ്സണലി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, വിശ്വസിച്ച് ഏൽപ്പിക്കുക.